എത്തി നോക്കിയാൽ എന്താ വെള്ളം ഉണ്ട് കേട്ടോ, നല്ല വെള്ളം ഉണ്ട് അടിയിൽ. പക്ഷേ കിണറൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ വണ്ടിയായിട്ടൊക്കെ വരുന്ന സമയത്ത്, കാരണം കാട് മൂടിയേ കിടക്കുന്നത്. ഇതാണ്ടോ വണ്ടിയിൽ നിന്ന് വീണതാണ്, എടുത്തെടുക്കാം. ഇത് അതിലുള്ളത് തന്നെ ചപ്പോ ഹലോ ഹായ് എവ്രിബഡി, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ കോയമ്പത്തൂർ ജില്ലയിലുള്ള ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ കോയമ്പത്തൂർ ജില്ലയിൽ തന്നെ പെട്ടിട്ടുള്ള റാസടി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഈ എൻ്റെ പുറകിൽ കാണുന്ന റോഡ്, ആ റോഡിന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ റാസടി എന്ന് പറയുന്നത് ഒരു അവസാനത്തെ ഗ്രാമം. അതിൻ്റെ അപ്പുറത്തേക്ക് ഫുള്ള് മല നിരകൾ, അങ്ങനെ മല കയറി പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ കാടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ മലൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഗ്രാമങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ റാസടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം നമ്മൾ കണ്ടതിന് ശേഷം അവിടെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയുള്ള ഒരുപാട് ഉൾഗ്രാമങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്ത് പോകാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ റാസടി എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മയിലുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ റോഡ് സൈഡിൽ ഇവിടെ കൃഷിയിടങ്ങളൊക്കെ ഒരുപാടുണ്ട്. അവിടെയൊക്കെ ഒരുപാട് മയിലുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. നോർമലായിട്ട് ഇവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ മയിലൊക്കെ ഇങ്ങനെ നടക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ മയിൽ മാത്രം ഇവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളതാണ്. അത്ര എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയൊക്കെ മയിലുകൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ മയിലുകൾ കൂട്ടം കൂട്ടമായിട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പറ്റിയാലൊക്കെ കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം, ഇവിടെ ഒരു റോഡ് പുറകോട്ട് പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൽ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ലാൻഡ് മാർക്ക് ഇവിടുത്തെ ഒരു ആഞ്ജനേയർ കോവിലുണ്ട്, ഇതിൻ്റെ പരിസരത്താണ്. അപ്പോൾ ആദ്യം റാസടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് അവിടെ എന്താ ഉള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയൊന്നുമില്ല. ജസ്റ്റ് പോയി റാസടി എന്ന സ്ഥലം ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് മടങ്ങി വന്നിട്ട് ഇപ്പുറത്തേക്കുള്ള റോഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഗ്രാമപ്രദേശങ്ങൾ, ഇവിടുത്തെ ഗ്രാമീണ ജീവിത രീതികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഈ വഴി ഒന്ന് നമുക്കൊന്ന് പോയിട്ട് ഇന്ന് നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടിട്ട് ഒരു യാത്ര ചെയ്യാം. ഞാൻ വന്നത് ഈ ഭാഗത്ത് നിന്ന് നേരെ ഇങ്ങ് വന്നതാണ്. ഒരുപാട് ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങ് വന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ അവിടെ നിന്നൊരു റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബോർഡ് കാണാം. അപ്പോൾ ഞാൻ പോകാൻ നിൽക്കുന്ന റൂട്ടിലാണ് ആഞ്ജനേയർ കോവിലുള്ളത്. അതിൻ്റെ ഒരു ലാൻഡ് മാർക്കാണ് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടുന്ന് റാസടി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്കുള്ള ഈ റോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാൾ ഇങ്ങോട്ട് നടന്നിരുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇത് അവസാനിക്കും, അവിടെ ഒരു 4-5 വീടോ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറേ കൃഷിയിടങ്ങളാണ്, കുറേ ചോലകളും ഉണ്ട്, ചെറിയ ചെറിയ ചോലകളും ഒക്കെയുള്ള ഒരു സ്ഥലം. അതുകൊണ്ടായിരിക്കാം ഇവിടെ കൂടുതലും മയിലുകളൊക്കെ ഇങ്ങനെയുള്ളത് തോന്നുന്നു. എന്നാലും നമുക്ക് ഈ റാസടി ഒന്ന് പോയിട്ട് വരാം. റാസടിയിലേക്ക് പോകുന്ന വഴി അതിനുള്ളിലൊക്കെ കണ്ടോ കുറേ സ്ത്രീകൾ ജോലിയൊക്കെ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ അത് തെന്നന്തോപ്പാണ്, അത് ഫുൾ തെങ്ങ്. ഇവിടെ ഒരു അമ്പലം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കിയാൽ ഗ്രാമങ്ങളുടെ ഉള്ളിലൊക്കെ കാണാൻ തോന്നുന്നു. പട്ടിസാറ് കിടക്കുന്നുണ്ട് ഇവിടെ. പട്ടിയുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. റോഡ് ഇതുവരെ പോകും, നമുക്ക് നോക്കാം. ശരിക്കും ഈ ഗ്രാമത്തിൻ്റെ പിന്നാമ്പറാന്ന് തോന്നുന്നത്. നമ്മൾ അപ്പുറത്ത് കൂടെ പോകണം, ഇവിടെ അവസാനിക്കുകയാണ് വഴി. ട്രൈബൽ ഊട്ടി ഫ്രഷ് ഡയറി ഫാം, അങ്ങനൊരു ഫാമുണ്ട് ഇവിടെ. ഡയറി ഫാമാണ്, ഒരു അമ്പലം ഉണ്ടായിട്ടുള്ളത്. റോ മിൽക്ക്, ഗീ, ബട്ടർ, പന്നർ, കൗ ഡങ് കോമ്പോസ്. ഒരു ഡയറി ഫാമാണെന്ന് തോന്നുന്നത്. ഈ വഴി റോഡ് ശരിക്കും ഡയറി ഫാമിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. നമ്മൾ അപ്പുറത്ത് കൂടെ തന്നെ പോയി നോക്കാം.
ഇവിടെ ഒരു മനുഷ്യന്മാരൊന്നും കാണാനില്ല കേട്ടോ, ആൾക്കാരൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. കർശന ഞങ്ങളുടെ ഉള്ളിലേക്ക് ചെറിയ റോഡൊക്കെ ഉണ്ട്. മൊത്തം കല്ലുകളാണ് ഇവിടെ അധികം. ഇവിടെ ഒരു വീടുണ്ട്, കർഷകരാണ് ഇവിടെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇതവിടെ കുഞ്ഞു വീടൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് മലയാണ്, ഇതുപോലെ കല്ല്. പക്ഷേ ഈ റോഡ് കുറച്ചപ്പുറത്തേക്ക് പോകുന്നുണ്ട്, ഇതുവരെ പോകുന്നറിയില്ല. ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല. എന്താണ് അപ്പുറത്തുള്ളത്? ഇതൊരു അയ്യ നടന്നു പോകുന്നുണ്ട്. ஐயா இந்த பக்கம் ஊர் இருக்குதுங்களா? இந்த பக்கம் ஊர் ஏதாவது இருக்குங்களா? தோட்டம் தான் இருக்குதுங்களா? இந்த ஊர் இதோட முடிஞ்சிருச்சுங்களா? ராசாடியோட முடிஞ்சிருச்சுங்க. தோட்டம் தான் இருக்கு. அங்கே யாரும் மக்கள் யாரும் இல்லை, எல்லாம் வேலைக்கு போயிருக்காங்க. இப்போ நீங்கள் எங்கே போகிறீங்க? தோட்டத்துக்கும் போகிறீங்க. உங்களுக்கு தோட்டம் இருக்குதுங்களா? விவசாயம் பண்ணுறீங்க? என்ன விவசாயம் பண்ணுறீங்க? பண்ண வீடுங்க தான் உங்களுக்கு இங்கே எப்படிங்க? அந்த பக்கம் அதுதான் உங்கள் வீடுங்களா? சரி. ஓகே ஓகே, சரிங்க. அந்த பக்கம் எதுவும் இல்லை, வீடெல்லாம் இருக்குங்களா? சரி, போய் பார்ப்போம். முன்னாடி போனால் பார்க்க முடியுமா? சரி. അപ്പോൾ ഇവിടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തെ കൃഷിയൊക്കെ നമുക്ക് കാണാം. തോട്ടം, അതിലൊരു വീട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അണ്ണന്. ഒന്ന് പോയി നോക്കാം. சொல்ல மாட்டேங்கிறீங்க பாரு, எனத்துக்கு போட்டாவது எடுக்கு என்னன்னு சரி. இது தேங்காய் தான் எடுத்துட்டு போறாங்களா அவங்க? சரி. கட்டாம வச்சுட்டாங்களா? சரி. ഇത് അവരുതാണത്? റൈറ്റ് റൈറ്റ്. ഗൈസ്, നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം റാസാടി എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് വീടുകൾ മാത്രമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഈ കോഴി ഫാമുകളുണ്ട്, അതുപോലെ തന്നെ പിന്നെ സാധാരണ കൃഷികൾ, നമ്മളെ ഈ വാഴക്കൃഷിയും മറ്റൊക്കെയാണ്. പിന്നെ ഇവിടെ തെങ്ങും തോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തെങ്ങും തോപ്പിൽ നിന്നൊക്കെ തേങ്ങ എടുത്തിട്ട് ഇവിടുന്ന് പോയിട്ട് അപ്പുറത്ത് ഈ ക്ഷേത്രങ്ങളുണ്ട്, ഇവിടെ 2-3 ക്ഷേത്രങ്ങളുണ്ട്, അവർക്കൊക്കെ തേങ്ങകളുടെ ആവശ്യമാണ്. അപ്പോൾ തേങ്ങ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ തേങ്ങ എടുത്തിട്ട് പോകുന്ന ഒരാളാണ് മൂപ്പര്. അപ്പോൾ ഈ വണ്ടിയിൽ എടുത്തിട്ട് പോകുന്ന തേങ്ങ അവിടെ നിന്ന് ഇപ്പോൾ വീണു. അപ്പോൾ അത് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളിലേക്ക് തേങ്ങ കൊണ്ടുപോകണം. അവിടെ ഈ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് തേങ്ങ ഉപയോഗിക്കുമല്ലോ, അതിന് ഇവിടെയുള്ള തെങ്ങിൻ തോപ്പുകളിൽ വന്നിട്ടാണ് തേങ്ങ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ മൂപ്പര് തേങ്ങ എടുത്തിട്ട് വരുന്ന സമയത്ത് തേങ്ങ അതിൽ ചാക്ക് താഴെ വീണു. അപ്പോൾ മൂപ്പര് എടുത്തു കൊണ്ടുപോകണം. ഇതാണ്ടോ വണ്ടിയിൽ നിന്ന് വീണതാണ്, എടുത്തെടുക്കാം. ഇത് അതിലുള്ളത് തന്നെ സപ്പോർട്ട്. கோவில் எதுக்குங்க இவ்வளோ தேங்காய்? இது டெய்லி பூஜை நடக்குண்ணா, அதுக்கெல்லாம் தேங்காய் வேணும். ஓகே. அப்போ இது வந்து எடுக்கிறதுக்கு உங்களுக்கு வந்து காசு யார் தருவாங்க? இல்லைங்க, நாங்கள் வந்து அது பாரம்பரியம் பண்ணுறது. நீங்களா உங்கள் செலவில் பண்ணுறீங்களா? இல்லை, செலவு இல்லைங்க, அவரோட தோட்டங்க. ஓஹோ. ஓ, அதாவது தோட்டக்காரங்க வந்து கோவிலுக்கு வந்து ஸ்பான்சராக கொடுக்குறதுங்க. ரைட் ரைட் ரைட். எல்லா தோட்டக்காரங்களும் கொடுப்பாங்க. அப்போ பரவாயில்ல. இப்போ வெளியே விற்கிறதுனா காசு 35 ரூபா ஒரு தேங்காய். ரைட்.
ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കൃഷിയാണ്. അപ്പോൾ അപ്പുറത്തേക്ക് മുമ്പിലേക്ക് മല ഉണ്ട്, അതിൻ്റെ അടിവാരം വരെ കൃഷിയാണ്. ഇവിടെ ഇവരെ കിണറുണ്ടോ, അതാണ് ഇവിടുത്തെ കിണർ. ഈ ഇവരൊക്കെ ഉപയോഗിക്കുന്ന കിണർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നല്ല കിണറാട്ടോ, വെട്ടിയെടുത്തിട്ടുണ്ടാവും. നമ്മുടെ വെട്ടുകല്ല് വെട്ടിയെടുക്കുന്ന പോലത്തെ കുഴികളാണ്. ഇതൊക്കെ എത്തി നോക്കിയാൽ എന്താ, വെള്ളം ഉണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട് അടിയിൽ. പക്ഷേ കിണറൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ വണ്ടിയായിട്ടൊക്കെ വരുന്ന സമയത്ത്, കാരണം കാട് മൂടിയേ കിടക്കുന്നത്, നേരെ ഉള്ളിലേക്ക് അങ്ങ് പോവും. സൂക്ഷിക്കണം പരിചയമില്ലാത്തവർ വരികയാണെങ്കിൽ. മോട്ടർ പമ്പിങ് സിസ്റ്റമൊക്കെയാണ് ഇവിടെ, പമ്പടിച്ച് കയറ്റും. ഇപ്പുറത്തേക്ക് കൃഷിയിടങ്ങളാണ്. ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, പക്ഷെ ഇവിടെ കൂടുതലായിട്ട് ഇപ്പോൾ വാഴക്കൃഷിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ഇതുപോലെ തെങ്ങുണ്ടാവും, ഈ ഇടയിലിടയിൽ തെങ്ങുണ്ടാവും. ഇതൊക്കെ തെങ്ങാണ്. പിന്നെ ആ ഭാഗത്തേക്ക് അവിടെയൊക്കെ കാണില്ല, ഇങ്ങനെ തെങ്ങാണ്. അപ്പോൾ ഇവിടുത്തെ ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് ഒരുപാട് തെങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നുള്ള തേങ്ങകളാണ് ഇവർ ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ സ്പോൺസറായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നല്ല ഹരിതാപമുള്ളൊരു സ്ഥലമാണ്, പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് കൃഷിയുണ്ട്. ഒരുപാട് ആൾക്കാരോട് കൃഷി ചെയ്ത് ജീവിക്കുന്നൊരു സ്ഥലം. ഓക്കെ, റാസാടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലത്തെ വീടുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. അതിൻ്റെ എക്സാക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, കാരണം ഇവിടെ ആളൊന്നുമില്ല. ഇവിടെ 2 പശുക്കളുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ വീടുകളാണ്. പക്ഷേ ഈ വീട്ടിൽ ആളൊന്നുമില്ല തോന്നുന്നു. ഇവിടുത്തെ കോഴികളൊക്കെ ഉണ്ടോ, വലിയ ടൈപ്പ് കോഴികളാട്ടോ, നീളമുള്ള കോഴികൾ, നാട്ടുകോഴിയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ പോകുന്നുണ്ട്. ഏകദേശം മയിലിനെ പോലെ തന്നെ നീണ്ട ഒരു ഷേപ്പിലുള്ള കോഴികളാണ് അവിടെ കാണുന്നതൊക്കെ. അവിടെ മയിലുകൾ കൂടുതലുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വീട്, ചെറിയൊരു വീടാണ്. അതിൻ്റെ മുമ്പിൽ കുറേ കല്ലിൻ്റെ ഇതൊരു അടുപ്പുണ്ട്. ഇതൊരു അടുപ്പാണ്. ഇവിടെ മറ്റേ എന്തൊക്കെ നെല്ല് കുത്തുന്ന സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആട്ടുകല്ലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് കൽക്കൂമ്പാരങ്ങളാണ്, കാരണം ഒരു കുന്നാണ്, മല പോലെ. അപ്പോൾ അത് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന കല്ലുകളാണ് ഈ കാണുന്നതൊക്കെ. കുഞ്ഞൊരു വീടുണ്ട് ഇവിടെ. ഇതിലാളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, പൂട്ടിട്ടിരിക്കുന്നു പുറത്ത്. ഇപ്പോൾ റാസാടി എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 10 വീടുകളുണ്ടാവും. അതിൽ കൂടുതൽ വീടുകളൊന്നുമില്ല. അങ്ങനെ പഴയ വീടുകൾ ഒരുപാടുണ്ട്. അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മാത്രം കിടക്കുന്ന, താമസമൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ കുറേ ഭാഗം വന്നിട്ട് ഇങ്ങനെ ഈ കുറ്റിക്കാട് പോലത്തെ വെറും കാടുകളാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഗ്രാമവാസികളായിട്ടുള്ള കൃഷി സ്ഥലങ്ങളുണ്ട്. അവർ കൂടുതൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ വാഴ അങ്ങനത്തെ കുറേ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലായിട്ട് പന്നി, അതുപോലെ തന്നെ മാന്, മയിൽ, ഈ മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ കൂടുതലായിട്ട് ഇവിടെ കൃഷിനാശമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ ഫെൻസിങ് ഒക്കെ കൂടുതൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മയിലൊക്കെ പറന്ന് വന്നിട്ട് മുകളിലിരിക്കുന്നതുകൊണ്ട് അതിനൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് നഷ്ടം. കൂട്ടമായിട്ട് മയിലുകൾ ഇങ്ങനെ പറന്ന് വന്നിട്ട് ഈ പാടത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ അങ്ങനെ കുറേ കൃഷിനാശമൊക്കെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് പോകാൻ കുറച്ച് ദൂരം പോകണം. അപ്പോൾ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്നതും വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ പോകുന്നതൊക്കെ ഒരുപാട് ദൂരം നടന്നിട്ടാണ്. പിന്നെ കുറേ ചെന്ന് കഴിഞ്ഞിട്ട് മെയിൻ റോഡ് ചെന്നിട്ടാണ് ബസ് കയറിയിട്ട് പോകുന്നത്. അതിന് പരിസരത്തിൽ കൂടെ എവിടെയും ഏത് ഗ്രാമത്തിലേക്കും കണക്ട് ആയിട്ടുള്ള ബസ്സുകളൊന്നും ഇപ്പോഴും ഇല്ല. അങ്ങനത്തെ ഒരു ഗ്രാമമാണ്. പിന്നെ ഈ പുറത്ത് പോകുന്ന റോട്ടിലെത്തിക്കഴിഞ്ഞാൽ, ബസ് പോകുന്ന റോട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നിശ്ചിത സമയത്ത് ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ബസ് കിട്ടുള്ളൂ. അതിൽ കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബസ്സുകൾ മാത്രമേ ഓടുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ റാസാടി എന്ന് പറഞ്ഞൊരു ഗ്രാമം. ഇവിടെ കൂടുതൽ കൃഷി ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 2 വീലർ അധികം ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ ഇവർ ഇവിടുന്ന് ഈ പുറത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് പിന്നെ ജോലിയൊക്കെ എടുത്തിട്ട് വൈകുന്നേരം മടങ്ങി വരും. അതുപോലെ തന്നെ ഇവിടെ പരിസരത്ത് മറ്റു പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് ഇവർ ആടും അതുപോലെ തന്നെ പശുക്കളെയൊക്കെ ഒരുപാട് വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനുവന്നായിട്ട് തന്നെ ഇവിടെ ഒരു ഡയറി ഫാമുണ്ട്. അതുപോലെ തന്നെ കോഴി ഫാമുകളും ഉണ്ട്. അതായത് ഈ ബ്രോയിലർ കോഴികൾ, അതായത് പോൾട്രി ഫാമുകൾ കുറേ ഉണ്ട് കേട്ടോ. ബ്രോയിലർ കോഴികളൊക്കെ ഉണ്ടാക്കുന്ന കയറ്റി അയക്കുന്ന കുറേ ഫാമുകളൊക്കെ ഉണ്ട്. കൂടുതലൊന്നുമില്ല, രണ്ടും ഓരോന്നുണ്ടെന്ന് പറഞ്ഞു. 2 കോഴി ഫാമും ഒരു ഡയറി ഫാമും ഉണ്ട് ഈ ഒരു ഇതിൽ. അപ്പോൾ ആ ഇതിലും കുറച്ച് പേരൊക്കെ തൊഴിലെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ തൊഴിൽ സാധ്യതകളൊക്കെ മാത്രമുള്ള ഈ ഗ്രാമത്തിലുള്ള. ഇവിടെ കൂടുതൽ വീടുകളിലും പശുക്കൾ വളർത്തുന്നതാണ്. അപ്പോൾ അതിന് പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വൈക്കോല് കെട്ട് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇത് ഇവിടെ ഈ സത്യമംഗലം ആ ഭാഗത്തു നിന്ന് ഉള്ള നെൽകൃഷി പാടങ്ങളിൽ നിന്ന് വരുന്ന വൈക്കോലാണ്. അത് വലിയൊരു ലോറിയിൽ കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ ഗ്രാമത്തിലേക്കൊക്കെ വലിയ ലോഡ് വണ്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ആവശ്യക്കാർ അവർക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇറക്കുന്നതാണ്. ഉണ്ടല്ലേ, അങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നതാണ് അവർ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നത്, ഇപ്പോൾ കറവ പറ്റിയിട്ടുള്ള പശുക്കളാണെങ്കിൽ അവർ കറവ പറ്റിയ പശുക്കൾക്കാണ് ഈ വൈക്കോൽ കൊടുക്കുന്നത്. മറ്റേ പച്ചപ്പുല്ല് കറക്കുന്ന പശുക്കൾക്ക് കൊടുക്കും. അപ്പോൾ ഈ കറവ പറ്റിയിട്ടുള്ള പശുക്കൾ ഒരുപാടുണ്ട്. അങ്ങനത്തെ ഉള്ള പശുക്കൾക്കാണ് ഈ വൈക്കോലൂടെ ഇറക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പച്ചപ്പുല്ല് ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളൊക്കെ ഇവർക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്, കുറേ സ്ഥലത്ത് നിന്ന് കിട്ടും. പിന്നെ ഇവിടെ ഫാമുണ്ട്. ഫാമുകളിലേക്ക് ലോഡ് കണക്കിന് പുല്ല് പുറത്തുനിന്ന് വരലുണ്ട് അത്ര. അപ്പോൾ ഈ വൈക്കോല് സമയങ്ങളിൽ വൈക്കോല് ഫാമുകൾക്കും വരലുണ്ട്. അപ്പോൾ ഫാമുകൾക്ക് ഇറക്കുന്ന വണ്ടികളിൽ നിന്നാണ് ഇവിടുത്തെ ആൾക്കാർ ഈ വൈക്കോലെ കൂടെ കുറച്ച് ഇറക്കി വെക്കുന്നത്. ഇവിടുത്തെ ടാങ്കാണ്, വാട്ടർ ടാങ്ക്. വെള്ളം സൗകര്യമൊക്കെ ഓടുന്നതാണെന്ന് അറിയില്ല, പക്ഷേ വെള്ളമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ടാങ്ക് ഉണ്ട്, വെള്ളം സംഭരിച്ചിട്ടുണ്ട്. ഗ്രാമത്തിലുള്ള കുറച്ച് നല്ല വീടുകൾ ഈ ഭാഗത്ത് 2-3-4 വീടുകളുണ്ട്. അതായത് ഇവിടുത്തെ ഈ ഗ്രാമത്തിലത്തെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരുടെ വീടായിരിക്കാൻ സാധ്യത ഇത്. പിന്നെ എല്ലാം അതുപോലെ തന്നെ ചെറിയ വീടുകളാണ്. അത് കുറച്ച് ഇപ്പുറത്തേക്കൊക്കെ ആയിട്ടാണുള്ളത്. ഈ ഒരു റോഡ് ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവർക്ക് വേണ്ട പോലെ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതായത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഒക്കെ ഇതുപോലെ തന്നെ നടന്നാണ് ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ടും പോകും വരികയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നുണ്ട് ഒരു വീട്, അതൊക്കെ പഴയ വീടുകളാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ്. മുമ്പ് ചിലപ്പം ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളതായിരിക്കാം. ഇപ്പോൾ ഒരു താമസമൊന്നുമില്ല. അങ്ങനത്തെ വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഗൈസ്, ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഭയങ്കര ഭീകരമായ അവസ്ഥകളാണ്. കാരണം ഇവിടെ ദാരിദ്ര്യത്തിൽ പോവുകയാണ് ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിട്ട് ഒരു വയസ്സായ ഒരു സ്ത്രീയുടെ ഞാൻ സംസാരിച്ചു, ഒരു അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പറയാണ്. ഇപ്പം ഞാൻ ചോദിച്ചില്ല മറ്റേ വൈക്കോലിൻ്റെ കാര്യങ്ങളൊക്കെ. ഈ വൈക്കോലൊക്കെ ഇവിടുന്ന് വരുന്നത് തഞ്ചാവൂർ, അതുപോലെ തന്നെ രാമേശ്വരം, പിന്നെ ഇവിടെ പരിസരത്ത് ഗോപിച്ചെട്ടിപ്പാള, ഇത്തരം സ്ഥലത്തു നിന്നാണ് ഈ വൈക്കോലൊക്കെ ഇങ്ങോട്ട് ലോഡ് കയറ്റിയിട്ട് വരുന്നത്. പക്ഷേ ആദ്യമൊക്കെ വില കുറവായിരുന്നു. ഇപ്പോൾ ഒരു കെട്ടിന് 250 രൂപ വില കൊടുത്തിട്ടാണ് അവർക്ക് മേടിക്കുന്നത്. പക്ഷേ അവർക്ക് അതിനുള്ള വരുമാനമോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാതികൾ. അങ്ങനെ വേറെ കുറേ പരിപാടികൾ, ജോലിയില്ല, കുറേ ആൾക്കാർക്ക് കൃഷിക്ക് വേണ്ട ഗവൺമെൻറ് എന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നേരിട്ടാണ് ഇവിടുത്തെ ഒരു ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർ പശുക്കളെ വളർത്തുന്നത്, അതുപോലെ തന്നെ ആടുകളുണ്ട്. അപ്പോൾ ഈ പശുക്കൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ വൈക്കോല് പറഞ്ഞല്ലോ, അപ്പോൾ ഈ കറവ പശുക്കൾക്ക് വൈക്കോലാണ് ഇവർ കൊടുക്കുന്നത്. വൈക്കോല് കൊടുക്കും, മറ്റേ പച്ചപ്പുല്ലൊക്കെ കുറവായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ വൈക്കോലിന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഈ മക്കാച്ചോളം അതൊക്കെ മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസയുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു വരുമാനം ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പരാതി. പിന്നെ അത് മാത്രമല്ല, ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ, അപ്പോൾ ഈ പശുക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഈ വൈക്കോലും മറ്റൊക്കെ ഉള്ളത് ഓരോ ദിവസം ഓരോ ട്രിപ്പ് വരുന്ന സമയത്തും 10 രൂപ വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അവരുടെ പരാതി.
ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ലാൻഡുള്ള ആൾക്കാരും ഉണ്ട്. ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് ലാൻഡ് കൂടുതലുള്ളത് പണിക്കാരൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇതെന്താ ആശുപത്രിയാണോ? ആശുപത്രി അല്ലാത്തൊരു വീടാണ്, പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വന്നിട്ട് ഇവർ ഇതിന് ഷെഡായിട്ട് ഉപയോഗിക്കുന്ന വീടാണ്. അത്യാവശ്യം നല്ല ലാൻഡും ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിതുപോലത്തെ ചെറിയ വീടുകളൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ മൊത്തം കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഫെർട്ടിലൈസറും മറ്റൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വീടുകളാണ്. ഇതിൻ്റെ ബാക്കിലൊരു കിണറുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഇവിടെ ഒരു കിണറുണ്ട്. എന്നിട്ട് ഇവിടുത്തെ കിണറുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. അയ്യോ, ബൊഡോ കിണർ കേട്ടോ അത്. ഞാൻ അപ്പുറത്ത് പോയി നോക്കാം, അപ്പോൾ അതിൻ്റെ എന്താ മനസ്സിലാവുള്ളൂ. ഇതാണ് കിണർ മോനെ. എന്തൊരു കാഴ്ചയാണല്ലേ. ഒപ്പോ കാണില്ല, അടിഭാഗം തന്നെ കാണില്ല. നല്ല കാഴ്ച കേട്ടോ, ബൊഡോ കിണറാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കൃഷി ലാൻഡ് ഉണ്ട്. ഇങ്ങോട്ടൊക്കെയുള്ള വെള്ളം ഇവിടെ നിന്നാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോയി എന്ന്. കുറേ വീടുകൾ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും കഷ്ടപ്പാടുണ്ട് ഈ ഗ്രാമത്തിൽ. അതായത് ഇവിടെ ഒന്നാമത് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് വളരെ കുറവാണ്. നല്ല പോപ്പുലേഷനും കുറേ വോട്ടുണ്ടെങ്കിൽ കുറേ രാഷ്ട്രീയക്കാരെങ്കിലും തിരിഞ്ഞു നോക്കും. പക്ഷേ ഇത് വോട്ടില്ലാത്തതുകൊണ്ട് ആർക്കും ആവശ്യമില്ല ഈ ഗ്രാമം. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതുണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഒരു അമ്പലം. ഇതാണ് ഇവിടുത്തെ ജംഗ്ഷൻ. കണ്ടില്ലേ, ഈ ഇരിപ്പിടമൊക്കെ ഇവിടെ കണ്ടല്ലേ, ഇരിക്കുന്ന സ്ഥലം. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ പോയത് ആ വഴിക്കാണ്. അവിടെയാണ് ആ മിൽമ ഒക്കെ ഉള്ളത്. ഊട്ടി ഡയറി അങ്ങനെ എന്തോ ഒരു മിൽമ ഉണ്ട്. ഇത് ഇവിടുത്തെ അമ്പലം. ഇപ്പോൾ ഒരു അമ്പലം കുറച്ച് വീടുകളും മാത്രമേ ഉള്ളൂ ഈ ഗ്രാമത്തിൽ. ഒരുപാട് ദൂരെയാണ്. നടന്നാണ് ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ ചെറിയ ബൈക്കൊക്കെ ഉള്ള ആൾക്കാർ ബൈക്കിന് കുറച്ച് അങ്ങോട്ട് മെയിൻ റോഡ് വരെ പോകാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്കൂൾ കുട്ടികൾ നടന്നാണ് പോകുന്നത്. ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നടന്നാണ് പോകുന്നത്. അങ്ങനെ അതായത് പ്രാഥമികമായിട്ടുള്ളവർക്ക് ഒരു സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ഗ്രാമങ്ങളിലെ ആൾക്കാരൊക്കെ സൗകര്യങ്ങൾ നോക്കി, അത്യാവശ്യം കുഴപ്പമില്ലാത്തവരൊക്കെ സൗകര്യങ്ങൾ നോക്കി വേറെ സ്ഥലങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന, ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ്. തമിഴ്നാട്ടിൽ പൊതുവേ ഇതുപോലത്തെ ഗ്രാമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ ഇതുവരെ അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും എനിക്ക് എനർജി ഇല്ല. അപ്പോൾ ഞാൻ ഇവിടം വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വീഡിയോ കാണുന്ന നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് റീച്ചൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോ ഷെയർ ചെയ്തിട്ടൊന്ന് റീച്ചാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും മറ്റൊരു സബ്ജക്റ്റായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബൈ.